السلام عليكم ورحمة الله وبركاته. الحمد لله، اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. സഹോദരങ്ങളെ, നമ്മുടെ ഹജ്ജ് യാത്രയിലെ അവസാനത്തെ ഘട്ടത്തിലാണ് നാം. 6ാമത്തെ ലക്ഷ്യമായി വിശുദ്ധ ഖുർആൻ പറയുന്നത് ലിയഷ്ഹദൂ മനാഫിഅ ലഹും. ഷുഹൂദുൽ മനാഫിഅ, പ്രയോജനകരമായ ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷിയാവാൻ. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു പദമാണത്. പ്രയോജനകരമായ ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷിയാവാൻ കഴിയും ഹാജിക്ക്. തുടർന്നങ്ങോട്ട് ജീവിതത്തിൽ അവൻ സാക്ഷിയാവുന്ന കാര്യങ്ങളൊക്കെ പ്രയോജനകരമായിരിക്കണം. സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അതവന് ലഭ്യമാവുക, അല്ലെങ്കിൽ അതിൻ്റെ ആ കാര്യത്തിന് അവൻ ഉണ്ടാവുക. ഇതൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിനെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യമാണത്. അദ്ദിൻ ഫിന്നാസ് ബിൽ ഹജ്ജി യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലിൻ ഫജ്ജിൻ അമീഖ് ലിയഷ്ഹദൂ മനാഫിഅ ലഹും. അതൊരു വല്ലാത്ത പദമാണ്. അവർക്ക് പ്രയോജനകരമായ രംഗങ്ങളിൽ അവർ സന്നിഹിതരാകാൻ അവർ ഹാജറുണ്ടാകണം. ഹാജറുണ്ടാകുന്നതൊക്കെ നമ്മളുടെ ഒരു പ്രസൻസ്, അതാണ് പ്രസൻസ്. മനസ്സിലായില്ലേ? നോക്കൂ, എന്താണ് ഇവിടെ പറഞ്ഞ മനാഫിഅകൾ? അതാണ് നമ്മുടെ വിഷയം. എന്താണ് ഇവിടെ പറഞ്ഞ മനാഫിഅകൾ, പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? മനാഫിഉ ദുനിയ വൽ ആഖിറ, അതാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. മനാഫിഉ ദുനിയ വൽ ആഖിറ, ദുനിയാവിലും പ്രയോജനമുണ്ട്, ആഖിറത്തിലും പ്രയോജനമുണ്ട്. ആഖിറത്തിലെ പ്രയോജനം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരണ്ടല്ലോ. അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ സ്വർഗം, അള്ളാഹുവിൻ്റെ അഫ്വ്, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്, ഇതൊക്കെയാണ് ആഖിറത്തിൽ ലഭിക്കാനിരിക്കുന്ന മൻഫഅത്തുകൾ, പ്രയോജനങ്ങൾ. എന്നാൽ ദുനിയാവിലെന്താ? സുബ്ഹാനല്ലാഹ്, ചിന്തിക്കണം. ഹജ്ജിനെക്കുറിച്ച് പറയുന്നിടത്തൊരു വാക്കുണ്ട്, ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫദ്ലൻ മിർ റബ്ബിക്കും. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫദ്ലൻ മിർ റബ്ബിക്കും. ഹജ്ജിന് വന്നിട്ട് നിങ്ങളുടെ റബ്ബിൻ്റെ ഫദ്ല്, അവൻ്റെ എന്തെങ്കിലും ഐശ്വര്യം, ഔദാര്യം, അനുഗ്രഹം, അത് അന്വേഷിക്കുന്നതിൽ, തേടുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. നോക്കൂ, ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, ഇത് ദുനിയാവിലുള്ള ഫദ്ലാണ് ഈ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഉദാഹരണം, ഒരു കച്ചവടം. ഒരു ഉദാഹരണം പറയാം. പണ്ടൊക്കെ ഹജ്ജിന് പോയിരുന്ന ആളുകൾ, ഹജ്ജിന് ഇന്ത്യയിൽ നിന്നും അതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിരുന്ന ആളുകൾ പല സാധനങ്ങളും കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം ചെയ്യുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് കുറേ സാധനങ്ങൾ വാങ്ങി, പിന്നെ സൗദി അറേബ്യയിൽ സാധനങ്ങൾ വാങ്ങി അവിടെ പോയി കച്ചവടം ചെയ്യാൻ തുടങ്ങി, അവിടെ പോയി വിൽക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരുപാട് ഗിഫ്റ്റുകളാണ്. ഇത് സത്യത്തിൽ ഗിഫ്റ്റ് ഒരു മൻഫഅത്താണല്ലോ. ഗിഫ്റ്റ് നൽകുക, കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണല്ലോ, തഹാദു തഹബ്ബു. നിങ്ങൾ പരസ്പരം ഗിഫ്റ്റ് കൊടുക്കുക, പരസ്പരം ഗിഫ്റ്റ് കൊടുത്താൽ ഭയങ്കരമായ സ്നേഹമുണ്ടാകും. ഇങ്ങനെ പലതരം കച്ചവടങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും അതിൽപ്പെടും. ഇതൊക്കെ ഹജ്ജിൻ്റെ വീര്യവുമായി ഇതെതിരാണോ? ഒരാൾ ഹജ്ജിന് വരികയാണ്, കൂട്ടത്തിൽ ഒരു കച്ചവടവും ഉദ്ദേശിച്ചു, തെറ്റാണോ? അല്ല, ഒരിക്കലും. അതുകൊണ്ടാണല്ലോ അള്ളാഹു പറഞ്ഞത്. തെറ്റല്ലെന്ന് മാത്രമല്ല, അള്ളാഹു പറയുകയാണല്ലോ, ലിയഷ്ഹദൂ മനാഫിഅ ലഹും. ഹജ്ജിൻ്റെ തഅബ്ബുദിയായ ആരാധനാപരമായ കാര്യങ്ങളുമായി ഇത് ഒരിക്കലും എതിരല്ലെന്ന് മാത്രമല്ല, അള്ളാഹു പറയണ ഹജ്ജിന് വന്നത് എന്തിനാണ്? ലിയഷ്ഹദൂ മനാഫിഅ ലഹും. അപ്പോൾ മനാഫിഉ ദുനിയ, ശാരീരികമായ പ്രയോജനങ്ങൾ, കച്ചവടങ്ങൾ, ഇങ്ങനെ പലതും അതിൽ പെടും. മനസ്സിലായല്ലോ? അതേപോലെ അതിമനോഹരമായ പ്രയോജനമാണ് മുസ്ലിങ്ങൾ, മുവഹിദുകളായ മുസ്ലിങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന്, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്ത രൂപത്തിലുള്ള ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നു. സുബ്ഹാനല്ലാഹ്, എന്തിനാണ് ഒരുമിച്ച് കൂടുന്നത്? അവരുടെ ഈമാനിനെ പുതുക്കാൻ,
നമ്മൾ നേരത്തെ പറഞ്ഞ 5 ലക്ഷ്യങ്ങളും ഇപ്പോഴുള്ള ഈ 6ാമത്തെ ലക്ഷ്യവും കൂടി കൊണ്ട് നാട്ടിലേക്ക് പോകാൻ. സുബ്ഹാനല്ലാഹ്, നോക്കൂ, നമ്മുടെ സഹോദരങ്ങളെ, ഹജ്ജിന് നമ്മൾ ചെന്നാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിം സഹോദരങ്ങളെ നാം കാണുകയാണ്. നമ്മളെ നാട്ടിൽ കാണാത്ത, നമ്മുടെ ഭൂഖണ്ഡങ്ങളിൽ കാണാത്ത, നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു തആല അവരെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. സുബ്ഹാനല്ലാഹ്, നോക്കൂ, വല്ലാത്തൊരു സംഭവമല്ലേ, വല്ലാത്തൊരു സംഭവമല്ലേ. അപ്പോൾ സത്യത്തിൽ ഈ ഹജ്ജ് എന്ന ഒരുമിച്ച് കൂടലിൽ ഒരുപാട് മനാഫിഅകളുണ്ട്. ഈ പരസ്പരമുള്ള പരിചയം. നിങ്ങളെന്നെ ഒരു പക്ഷേ ഹജ്ജിന്, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഹജ്ജ് ചെയ്ത ആളുകളുണ്ടാവും, അവരനുഭവിച്ചിട്ടുണ്ടാവും ഇതൊരുപാട്. പല നാഷണാലിറ്റിയിലും പെട്ടവരെ കണ്ട് പരിചയപ്പെട്ട് അവരുടെ അഡ്രസ്സ് വാങ്ങി അവരുമായിട്ട് ബന്ധപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നോക്കൂ, ഇതൊരു വല്ലാത്ത, നമുക്ക് തന്നെ ഒരു വല്ലാത്ത ഫീലിംഗ് ഇല്ലേ, ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഫീലിംഗ് ഇല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിൻ്റെ കഅബയിലേക്ക് വന്ന് അവിടെ ഹറമിനടുത്തോ ദൂരെയൊക്കെ ആയിട്ട് ഒരുപാട് കാലം താമസിച്ച്, എന്നിട്ട് ഹറമിലേക്ക് വരുമ്പോൾ, ഹറമിൽ വന്ന് നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ തവാഫ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരുപാട് പലതരത്തിലുള്ള ആളുകളെ കാണുന്നു. അവർ പല രാജ്യങ്ങളിൽ നിന്ന് വരാം. പൗരസ്ത്യരുണ്ട്, പാശ്ചാത്യരുണ്ട്, എല്ലാവരുമുണ്ട്. പല ഭാഷ സംസാരിക്കുന്നവർ, പല രീതി ചെയ്യുന്നവർ, പല ബിസിനസ്സുകൾ ചെയ്യുന്നവർ. എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയോ, അവരുമായുള്ള ബിസിനസ് ടോക്ക് വരെ അതിൻ്റെ അടുക്ക് നടക്കുന്നു. പലപ്പോൾ ചൈനയിൽ നിന്നൊക്കെ വന്ന ആളുകളുമായി, ഹജ്ജിന് വന്ന ആളുകളുമായി ബിസിനസ് ടോക്ക് നടത്തി ബിസിനസ് തുടങ്ങിയവരെ എനിക്കറിയാം. യൂറോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെ എനിക്കറിയാം, ആഫ്രിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെ എനിക്കറിയാം, ഹജ്ജിന് വന്നിട്ട് പരിചയപ്പെട്ടിട്ട്. സുബ്ഹാനല്ലാഹ്, ലിയശ്ഹദൂ മനാഫിഅ ലഹും, ലിയശ്ഹദൂ മനാഫിഅ ലഹും. നോക്കൂ, അതേപോലെ അതിൽപ്പെട്ടതാണ് മുസ്ലിങ്ങൾക്കിടയിലുള്ള ഐക്യം. ഒരു ഉദാഹരണം പറയും. നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഹജ്ജിന് പോകുന്ന വ്യത്യസ്ത സംഘങ്ങളിലും ഗ്രൂപ്പുകളിലും പെട്ട ആളുകൾ അവിടെ ചെന്നാൽ ഒരു ഇമാമിൻ്റെ പിറകിലല്ലേ നിസ്കരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഐക്യം ഏതാ? ഒരു ഇമാമിൻ്റെ പിറകെ നമസ്കരിക്കുന്നു, ആ ഇമാമ് നേതൃത്വം നൽകുന്ന ജുമുഅക്ക് അവർ സന്നിഹിതരാകുന്നു. ചിലപ്പോൾ നാട്ടിൽ പോയാൽ അവർ 4 പള്ളിയിലായിരിക്കും, പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ ഒരു പള്ളിയിൽ. സുബ്ഹാനല്ലാഹ്, തൗഹീദുസ് സഫ്ഫുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ആ ഒരു ഐക്യം അല്ലാഹു തആല നമ്മോട് ആവശ്യപ്പെടുന്നത് അതല്ലേ? യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. ഇതൊരു വല്ലാത്ത സംഭവമാണ്. നമ്മളിത് മനസ്സിലാക്കണം സഹോദരന്മാരെ. നമുക്ക് നോക്കൂ, നമ്മളെപ്പോഴും ചിന്തിക്കണം, നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകാം, പക്ഷേ നമ്മൾ ഭിന്നിച്ചുകൂടാ. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ, നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശത്തിൽ മുറുകെ പിടിക്കണം. വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിക്കരുത്. ഭിന്നിക്കാതിരിക്കാനുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നതാണ് എന്ത്? അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുക. വഅതിഉല്ലാഹ വഅതിഉർ റസൂൽ വലാ തനാസഉ ഫതഫ്ശലൂ വതദ്ഹബ റീഹുക്കും. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കണം. നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, രണ്ടാ. ഭിന്നിച്ചു പോകരുത്. ഭിന്നിച്ചാൽ ഫതഫ്ശലൂ, നിങ്ങൾ പരാജിതരാകും. വതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ കാറ്റ് പോകും. സുബ്ഹാനല്ലാഹ്. നമ്മൾ സഹോദരന്മാരെ ശരിക്ക് ചിന്തിക്കണം. നമുക്ക് ഒരിക്കലും മുസ്ലിം സൊസൈറ്റി ഒരിക്കലും ഒരു അകൽച്ചയിലേക്ക് പോകാൻ പാടില്ല. നമുക്ക് എല്ലാ വർഷങ്ങളിലും മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടി ഹജ്ജ് ചെയ്യുന്നു അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരുമിച്ച് കൂടി ഹജ്ജ് ചെയ്യുന്നു. ഈ ഹജ്ജ് സത്യത്തിൽ ഹജ്ജ് നൽകുന്ന ഏറ്റവും വലിയ മനാഫിഅകളിൽ, യശദു മനാഫിഅ ലഹും എന്ന് പറഞ്ഞ മനാഫിഅകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൻഫഅത്താണ് ഞാൻ ഈ പറയുന്നത്. നമുക്കത് ചിന്തിക്കാൻ കഴിയണം, ആലോചിക്കാൻ കഴിയണം. നമ്മൾ തമ്മിൽ പോര് കൂടേണ്ടവരല്ല, തല്ലുകൂടേണ്ടവരല്ല. നമ്മൾ പരസ്പരം, പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പലതരത്തിലുള്ള ഭീഷണികളും പ്രതിസന്ധികളും മുസ്ലിം ഉമ്മത്തിന് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നാം ഓർക്കണം. ഇവിടെ സത്യത്തിൽ ഈ ഒരു ഘട്ടത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം നമ്മൾ ഒന്നിച്ചു നിൽക്കലാണ്. അതിനാണ് ഹജ്ജ് നിങ്ങളെ ഒന്നിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ 4 പള്ളികളിൽ വ്യത്യസ്തമായി പോകുന്നവർ
ഇവിടെ വന്നപ്പോൾ ഒരു പള്ളിയിൽ ഒരേ ഇമാമിൻ്റെ കീഴിൽ ഒരുമിച്ച് ചേർന്നിരുന്ന് അവർ നമസ്കരിക്കുന്നു, ഇബാദത്തുകളിൽ പങ്കെടുക്കുന്നു. അതേപോലെ ഹജ്ജിൻ്റെ ഓരോന്നും അങ്ങനെയാണ് അല്ലേ? എല്ലാവർക്കും ഒരേ അറഫയല്ലേ? വ്യത്യസ്ത അറഫല്ലല്ലോ. എല്ലാ ഗ്രൂപ്പിനും ഒരേ അറഫ, ഒരേ മിന, വ്യത്യസ്തമായ ഒന്നുമില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പുലർത്താൻ സാധിക്കണം. അതിനും കൂടിയാണ് എന്ത്? ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം സഹോദരന്മാരെ. ഞാനിത് ഇത്ര ശക്തമായി പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഹജ്ജിന് പോയിട്ടും തല്ലുകൂടുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഹജ്ജിന് പോയിട്ടും തല്ലുകൂടുക, അവിടെ ചെന്നിട്ടും അടികൂടുക, ഭിന്നിപ്പുണ്ടാക്കുക പാടില്ല. നമ്മൾ നോക്കൂ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞത് ഫഇൻ തനാസഅതും ഫി ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. വളരെ സിമ്പിളാണ്. മുസ്ലിമിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കിയാൽ മതി, അവിടെ തീരുമത്. വേറെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പ്രശ്നമില്ല. അപ്പം ഇതിലേക്ക് നമുക്ക് വരാൻ സാധിക്കണം. ഇതിനാണ് ഹജ്ജ്. ഇത് ഞാൻ ഇത്ര കണിശമായി അല്ലെങ്കിൽ ഇത്ര ഗൗരവത്തോടു കൂടി പറയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധം ഇവിടെയാണ്. വമൻ യഅ്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാഹുവിൻ്റെ വാക്കല്ലേ? അള്ളാഹുവിൽ നമ്മൾ മുറുകെ പിടിച്ചാൽ ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലെത്തും, ഒരു സംശയവുമില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ അടയാളമാണ് സഹോദരന്മാരെ, നമ്മൾ പരസ്പരം സ്നേഹിക്കണമെന്നതിൻ്റെ അടയാളമാണ് വിശ്വാസികൾ തമ്മിലുണ്ടായിരിക്കേണ്ട ബന്ധം. എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താ? വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഉന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ്. നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന. ഈ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പറഞ്ഞാൽ അടികൂടലല്ല, മറിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ടാകുന്നൊരു പണിയാണിത്. എൻ്റെ ഒരു തിന്മ കണ്ടാൽ നിങ്ങൾ എന്നോട് സ്നേഹത്തോടു കൂടി പറയാം, സഹോദര ശ്രദ്ധിക്കണേ എന്ന് ഞാൻ അങ്ങോട്ടും പറയാം അല്ലേ? എനിക്കൊരു നന്മ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞുതരാം, ഇതൊരു ചാൻസാട്ടോ, നിങ്ങളിത് പ്രയോഗിക്കണം എന്ന് പറഞ്ഞു തരാം. അല്ലാതെ നമ്മൾ എന്താക്കരുത്. നോക്കൂ, അല്ലാഹു തആല നമ്മളോട് പറയുന്ന ഒരു വാചകമുണ്ട് സൂറത്ത് ആലി ഇംറാനിൽ, വലാ തകൂനു കല്ലദീന തഫറഖൂ വഖ്തലഫൂ മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത് വഉലൈക ലഹും അദാബുൻ അലീം. വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിന് ശേഷം അഭിപ്രായ വ്യത്യാസത്തിലായി ഭിന്നിച്ചു പോകരുത്. നിങ്ങൾ ഭിന്നിച്ചവരെ പോലെ നിങ്ങളാകരുത്. ജൂതക്രൈസ്തവ വിഭാഗങ്ങൾക്ക് സംഭവിച്ചത് അതാണ്. എന്നിട്ട് അവസാനം ഉലൈക ലഹും അദാബുൻ അലീം, അവർക്കുള്ളത് വലിയ ശിക്ഷയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകാം, പക്ഷെ ഭിന്നിപ്പുണ്ടാകരുത്. ഭിന്നിപ്പ് പാടില്ല, ഒരിക്കലും പാടില്ല. ഭിന്നിച്ചാൽ നമ്മൾ നശിച്ചു പോകും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു. നോക്കും, നമ്മളെപ്പോഴും മനസ്സിലാക്കണം, മുസ്ലിം സൊസൈറ്റിയുടെ അകത്തുള്ള ഭിന്നിപ്പിൻ്റെ ഏറ്റവും സുപ്രധാനമായ കാരണം ജഹിലാണ്. ജഹിൽ മാത്രമല്ല, ജഹിലിൻ്റെ കൂടെ വേറെ പ്രധാനപ്പെട്ട 3 കാരണങ്ങളുണ്ട്. അതൊക്കെ ഹജ്ജ് തകർത്ത് കളയും. ഒന്ന് ഹീഗോണ്, ഹവ. ഹജ്ജ് തകർത്ത് കളയും. അതിനാണ് ഡ്രസ്സൊക്കെ മാറ്റാൻ പറഞ്ഞത്. എല്ലാവരും ഒരേ ഡ്രസ്സ്, ഒരേ രീതി, ഒരേ രൂപം. രണ്ടാമത്തേത് ഹസദാണ്, അസൂയ. അവിടെ അതില്ലല്ലോ. കാരണം എന്താ? എല്ലാവരും ഒരേ മരുഭൂമിയിലാണ് കിടന്നത്. അപ്പോൾ അസൂയൻ്റെ പ്രശ്നമില്ല. മൂന്നാമത്തേത് നേതൃത്വ മോഹമാണ്. അതെന്തായിരുന്നാലും ഹജ്ജിന് പോയാലില്ല. ഇത് മൂന്നും ഭയങ്കര അബദ്ധമാണ്. ഇത് നമ്മളെ എന്ത് ചെയ്യും? നശിപ്പിച്ചു കളയും. അത് നമ്മൾ ശരിക്കും എന്താക്കണം? മനസ്സിലാക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര കാര്യമായിട്ട് ഇത് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ യശ്ഹദു മനാഫിഅ ലഹും, ആ മനാഫിഅ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഐക്യത്തിലെത്തിയത് കേട്ടോ. അപ്പം പിന്നെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യം എന്നത് വളരെ പ്രധാനമാണ്. അതിനുള്ള ഒരവസരമാണ് എന്ത്? ഹജ്ജ് എന്ന് പറയുന്നത്. ഓരോ മുസ്ലിമും മനസ്സിലാക്കണം, അവന് ചെയ്യുന്ന ചില കർമ്മങ്ങളുണ്ട്. ഇപ്പോൾ ഹജ്ജിന് പോയിട്ട് നമ്മൾ വ്യത്യസ്ത നാടുകളിലുള്ള ആളുകളെ കാണുമ്പോൾ നമ്മൾ ചെയ്യുന്ന കുറേ സംഗതികളില്ലേ? ഹസ്തദാനം, ചിലപ്പോൾ ആലിംഗനം ചെയ്യും അല്ലേ? അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഏതൊക്കെ നാട്ടിലുള്ളവരാണോ പരസ്പരം കാണുന്നത് അവരുടെ മുഖത്ത് കാണുന്ന ഒരു പുഞ്ചിരി, ഇതോടുകൂടി ദൂരം കുറഞ്ഞില്ലേ? ഈ 3 ഹസ്തദാനം നടത്തി, കൈ കൊടുത്തു, പിന്നെ ആലിംഗനം ചെയ്തു, പിന്നെ പുഞ്ചിരിച്ചു, ഇതോടുകൂടി എന്തായി? ദൂരം കുറഞ്ഞു. മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെയാകണം. മുസ്ലിം ഉമ്മത്ത് ഛിന്ന ഭിന്നമാക്കപ്പെട്ടുകൂടാ.
ഭൂമിശാസ്ത്രപരമായി മുസ്ലിങ്ങൾ പല സ്ഥലങ്ങളിലായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ശരിയാണ്. രാഷ്ട്രീയമായ സംവിധാനങ്ങളാൽ അകറ്റപ്പെട്ടു എന്നതും നേരാണ്. പക്ഷേ നമ്മൾ പറയണം, നമ്മൾ മനസ്സിലാക്കണം, രാഷ്ട്രങ്ങളെ വേർതിരിക്കുന്ന ആയിരക്കണക്കിന് മൈലുകൾ അകലെ നിന്ന് വന്നവർ ഒന്നിച്ചു നിൽക്കുന്നു ഒരേ മന്ത്രവുമായി. ലിയശ്ഹദൂ മനാഫിഅ ലഹും, ഒരേ മന്ത്രം, എല്ലാവർക്കും ഒന്നല്ലേ. സുബ്ഹാനല്ലാഹ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതാണ്. രാഷ്ട്രങ്ങളുടെ അതിരുകളെല്ലാം മറികടന്ന് ജനങ്ങളെ ഒരുമിച്ച് നിർത്തുന്നു, മുസ്ലിങ്ങളെ ഒരുമിച്ച് നിർത്തുന്നു. മുസ്ലിങ്ങൾ അറഫയിലും മുസ്ദലിഫയിലും ഹറമിലും ഒത്തുകൂടുന്നു. വിശ്വാസത്തിൻ്റെ സാഹോദര്യം പലയിടത്തായി ചിതറിക്കിടന്ന് അവരെ കൂട്ടിച്ചേർക്കുന്നു. അവർ ഒരു ഹൃദയമായി തീരുന്നു. ഇതാണ് ഹജ്ജിൻ്റെ മഹത്തായ ലിയശ്ഹദൂ മനാഫിഅ ലഹും, ലിയശ്ഹദൂ മനാഫിഅ ലഹും. ഹജ്ജിലൂടെ കൈവരിക്കേണ്ട ഏറ്റവും വലിയ ഒരു ലക്ഷ്യമാണിത്. ലക്ഷ്യമാണ് ഒരൊറ്റ ആരാധനാക്രമം, ഒരൊറ്റ ഖിബല, ഒരൊറ്റ ഇമാം. പിന്നെ എവിടെ നിങ്ങൾക്ക് ഭിന്നിക്കാനുള്ള അവസരമുണ്ടാകുന്നത്? ഇതൊരു മനോഹരമായ കാഴ്ചയല്ലേ, അത്ഭുതകരമായ കാഴ്ചയല്ലേ? അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഭാഷ പോലും അവിടെ തടസ്സമല്ല. ഇന്തോനേഷ്യൻ ഭാഷ അറിയില്ല മലയാളിക്ക്. പക്ഷെ ഇന്തോനേഷ്യക്കാരൻ അവൻ അടച്ചുപൂട്ടി പിടിച്ച് അവൻ്റെ അടുത്തിരുത്തി അവന് വേണ്ടതൊക്കെ നൽകുന്നു. എങ്ങനെയാണത്? ഭാഷ പ്രശ്നമല്ല. സിദ്ഖുൽ ഈമാൻ, എനിക്കവനെ സത്യസന്ധമായി എൻ്റെ ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ അഖീദയുടെ അടിസ്ഥാനത്തിൽ, എൻ്റെ ശുദ്ധമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കവനെ സ്നേഹിക്കാൻ സാധിക്കും എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ലിയശ്ഹദൂ മനാഫിഅ ലഹും. നിങ്ങൾ ആലോചിക്കണം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഒരു ഹദീസുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. ലൗ അഖ്സമ അല, ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറയണം, സഹാബത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. അവർ അള്ളാഹുവിൽ സത്യം ചെയ്തു പറഞ്ഞാൽ ആ സത്യം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നു. വല്ലാഹി എന്ന് പറഞ്ഞിട്ട് നോക്കൂ, അത് അള്ളാഹുമായുള്ള, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിലായത്തിനെ പറ്റി പറഞ്ഞില്ലേ, അള്ളാഹുമായുള്ള സ്നേഹബന്ധം ശക്തമായാൽ അള്ളാഹു ചെയ്തിരുന്നൊരു അനുഗ്രഹമാണത്. ഹജ്ജ് നിങ്ങൾ കണ്ടിട്ടില്ലേ? പൊടി പിടിച്ച് ഒരു തരം സൗന്ദര്യവുമില്ലാത്ത കറുത്ത കുറേ മനുഷ്യന്മാർ, പല കളറിലുള്ള പല മനുഷ്യന്മാർ, അവരൊക്കെ അള്ളാഹുവിനോട് ആണയിട്ട് പറയുകയാണ്, ആണയിട്ട് ചോദിക്കുകയാണ്. അതാണ് ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അവർ സത്യം ചെയ്ത് ചോദിച്ചാൽ അള്ളാഹു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാ മനുഷ്യരും, എല്ലാ ജാതി മനുഷ്യരും, എല്ലാ ഭാഷക്കാരും ഒരേ തെൽബിയത്ത്, ഒരേ സ്വലാത്ത്, ഒരേ ഈമാന്, ഒരേ അഖീദ, ഒരേ അറഫ, ഒരേ മിന. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇത് വല്ലാതെ നിങ്ങൾക്ക് പ്രകടമാവും. എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ മുസ്ദലിഫയിൽ രാത്രി താമസിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് വല്ലാത്ത ഒരു ഐക്യം കാണും നിങ്ങളവിടെ. എല്ലാവരും അവിടെ ഇതില്ലല്ലോ, റൂംസില്ല, ടെൻറ്റില്ല, ഒന്നുമില്ല. പരന്ന ഭൂമിയിൽ, മഹ്ശറ പോലെ പരന്ന ഭൂമിയിൽ എല്ലാ മനുഷ്യരും പരസ്പരം പങ്കുവച്ചിട്ട്, ആ സാഹോദര്യ ബന്ധം പരസ്പരം പങ്കുവച്ചിട്ട്, സുബ്ഹാനല്ലാഹ്, ഭയങ്കര രസമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നുള്ള പോക്കോ, അത് ഭയങ്കര ഐക്യമാണ്. മുസ്ദലിഫയിൽ രാത്രി താമസിച്ചിട്ട് മിനയിലേക്ക് പോകുന്നുണ്ട്, ജംറയിലേക്ക് കല്ലെറിയാൻ പോകുന്നുണ്ട്. ആ യാത്ര ഭയങ്കര തുമ്മ അഫീദു മിൻ ഹൈസു അഫാദന്നാസ് എന്ന് പറഞ്ഞ ആ പോക്കുണ്ട്. അത് വല്ലാത്തൊരു മനോഹരമായ കാഴ്ചയാണ്. എല്ലാ മനുഷ്യരും ഒരേ മുദ്രാവാക്യം വിളിച്ച്, ഒരേ ലക്ഷ്യം വെച്ച്, ഒരേ വസ്ത്രം ധരിച്ച്, ഒരേ ദിശയിലേക്ക്. ഇതിലപ്പുറം വിലയിക്കുക എന്താ? അതോടുകൂടി എല്ലാ നെഗറ്റിവിറ്റിയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. അവിടെ വംശവെറിയില്ല, നിറത്തിൻ്റെ വെറിയില്ല, ഭാഷയുടെ വെറിയില്ല, അവഹേളിക്കുന്നവരില്ല, നിന്ദിക്കുന്നവരില്ല. ഇതൊന്നും നമുക്ക് കാണൂല, ഒന്നും കാണൂല. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നെങ്കിൽ അവർ ഹജ്ജ് പഠിക്കാതെ വന്നവരാന്ന് വിചാരിച്ചാൽ മതി, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സാഹോദര്യവും ഈ ഐക്യവും നിലനിൽക്കുക എന്നത് ഈ ഹജ്ജിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇസ്ലാമിലെ ഏകത്വത്തിൻ്റെ ഒരർത്ഥം ഇതുകൂടിയാണ്. ഇത് നേടാൻ സാധിക്കണം. നോക്കൂ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അറഫയിലേക്ക് ഒരുമിച്ചാണ് പോണത്. വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യായിരുന്നു, ഭയങ്കര തിരക്കൊന്ന് കുറക്കാൻ വേണ്ടി. പറ്റൂല, ഐക്യമുണ്ടാകണം. മുസ്ദലിഫയിൽ ഒരുമിച്ചാണ് നിൽക്കുന്നത്.
ജംറയിലേക്ക് കല്ലെറിയാൻ പോകുന്നത് ഒരുമിച്ചാണ്, തവാഫ് ചെയ്യുന്നത് ഒരുമിച്ചാണ്. ഇതൊരു കൂട്ടമായ ആരാധന. ഐക്യത്തിൻ്റെ ഉദ്ദേശം അത്യാവശ്യമാണ് ഈ ആരാധനക്ക് എന്നർത്ഥം. അതാണ്. നോക്കൂ, ഇനി വലിയൊരു പുതുമ നിങ്ങൾ കാണും. ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ എനിക്ക് വിവരിക്കാൻ പറ്റാത്തൊരു സംഗതിയുണ്ട്. എനിക്ക് അതിൻ്റെ വികാരം കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത ഒരു സംഗതി. നോക്കൂ, മുസ്ദലിഫയിൽ രാത്രി താമസിക്കണം, അത് ഹജ്ജിൻ്റെ വാജിബാത്തിൽപ്പെട്ടതാണ്. പക്ഷേ ചിലർക്ക് ഒഴിവ് കഴിവുണ്ട്. ആരെന്നറിയോ? സ്ത്രീകൾക്ക് വേണമെങ്കിൽ മുസ്ദലിഫയിൽ കുറച്ച് സമയം നിന്നിട്ട് രാത്രി തന്നെ എന്ത് ചെയ്യാം? മുസ്ദലിഫയിൽ നിന്ന് പോകാം. രാത്രിയുടെ അവസാന യാമം കഴിഞ്ഞിട്ട് മുസ്ദലിഫയിൽ നിന്ന് പോകാം. അല്ലാത്തവർ ശരിക്കും ഫജർ കഴിഞ്ഞിട്ടേ പോകാവൂ. മനസ്സിലായില്ലേ? സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, ദുർബലന്മാരായ ആളുകൾക്ക്. ഇതിൻ്റെ വിഷയം ഇതല്ല. നോക്കൂ, ഇവരുടെ കൂടെയുള്ളവർക്കും അവരുടെ കൂടെ പോകാനുള്ള റുഖ്സ, ഒഴിവ് കഴിവുണ്ട്. ഞാൻ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്രയാസമുള്ളവർക്ക് മുസ്ദലിഫയിൽ നിന്ന് രാത്രി അവിടെ നമസ്കാരം കഴിഞ്ഞ് മഗ്രിബ് ഇശയും നമസ്കാരം കഴിഞ്ഞ് രാത്രിയുടെ അന്ത്യയാമം കഴിഞ്ഞാൽ വേണമെങ്കിൽ അവർക്ക് മുസ്ദലിഫയിൽ നിന്ന് പോകാം. പ്രയാസമുള്ളവർക്ക്, രോഗികൾക്ക്, പിന്നെ സ്ത്രീകൾക്ക്, കുട്ടികളുള്ളവർക്ക് ഒക്കെ. എന്നാൽ ഇവരെ കൂടെ വന്ന ശക്തിയുള്ള, കരുത്തുള്ള, ആരോഗ്യമുള്ള ആളുകൾക്കും അതേ ഹുക്മ അവരുടെ കൂടെ ഉള്ളവർക്ക്. ഇപ്പോൾ ഉദാഹരണം, ഞാനും എൻ്റെ ഭാര്യയും കൂടി അച്ഛനും കൊണ്ടെന്ന് വെക്കാം. എൻ്റെ ഭാര്യയ്ക്ക് എക്സ്ക്യൂസ് ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ കൂടെ വന്ന എനിക്കും എന്ത് ചെയ്യാം? ഭാര്യയുടെ കൂടെ പോവുക എന്ന നിലയ്ക്ക് എനിക്ക് പോകാം. നിങ്ങൾ ആലോചിക്കുക, ഇതിലപ്പുറം ഒരു ഹജ്ജ് നൽകുന്ന, ഒരുമിച്ച് നിൽക്കലിൻ്റെ സന്ദേശം എന്താ? നമുക്ക് റുഖ്സ കൊടുക്കുക, ഒഴിവ് കഴിവ് കൊടുക്കുക അവരെ കൂടെയുള്ളവർക്ക്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഞാനിതിങ്ങനെ ആലോചിച്ച് ഒരുപാട് ചിന്തിച്ചിട്ട്, ആ പെണ്ണ് പോയിക്കോട്ടെ, ആണ് പോകണ്ട എന്ന് പറയണില്ല, ആ കുട്ടികൾ പോയിക്കോട്ടെ, നിങ്ങൾ പോകണ്ട എന്ന് പറയണില്ല. നിങ്ങളും പോയിക്കോ. ഇത് ഭയങ്കര സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഐക്യം സമൂഹത്തിൽ നിലനിർത്താൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ മുസ്ലിം സമൂഹത്തിലെ നേതാക്കളോട് കൂടി പറയാനുള്ളത് അതാണ്. നോക്കൂ, ഞാനൊരു രംഗം പറഞ്ഞുതരാം. ഹുനൈൻ യുദ്ധം ഒരു ഭയങ്കര സംഭവമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ വിജയിച്ചടക്കി. എന്നിട്ട് ഹുനൈനിലെ ഗനീമത്ത് സ്വത്തുകൾ വീതിച്ചു. അപ്പോൾ അതിൽ മുഅല്ലഫത്തുൽ ഖുലൂബിന് കൊടുത്തു. മുഅല്ലഫത്തുൽ ഖുലൂബ് എന്നുള്ള ഒരു വിഭാഗമാണല്ലോ, അവർ ഇസ്ലാമിലേക്ക് ഇപ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു വിഭാഗമാണ്. അങ്ങനെ മുഹാജിറുകൾക്കും ഒക്കെ കൊടുത്തു. അൻസാറുകൾക്ക് ആ പ്രാവശ്യം നബി കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. അപ്പോൾ അവർക്ക് ഭയങ്കര പ്രയാസമായി. ഇത് അൻസാറുകൾക്ക് ഇങ്ങനെ പ്രയാസമുണ്ട് എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടി. നബി ചെയ്ത് കണങ്ങൾക്ക് പൊട്ടിത്തെറി ഉണ്ടാവില്ലേ? നബി ചെയ്തത് എന്താണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇടയിലേക്ക് വന്നു. എന്നിട്ട് നബി ഒരു ചെറിയ ഖുതുബ പറഞ്ഞു. ഫഹമിദ അല്ലാഹ വസ്ന അലൈഹി സുമ്മ ഖാൽ, ഹംദു സലാത്തൊക്കെ പറഞ്ഞിട്ട് നബി പറഞ്ഞു, യാ മാശറൽ അൻസാർ അലം അജിദുക്കും ضلاലൻ ഫഹദാക്കുമുല്ലാഹു ബി. നിങ്ങൾ ഭയങ്കര വഴികേടിലല്ലേനു, അള്ളാഹു ഞാൻ മുഖേന നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയില്ലേ? വആലതൻ ഫഅഗ്നാക്കുമുല്ലാഹു ബി, നിങ്ങൾ പരമദരിദ്രരായിരുന്നില്ലേ, ഞാൻ മുഖേന നിങ്ങൾക്ക് ധന്യത നൽകിയില്ലേ? വമുതഫരിഖീൻ ഫജമഅക്കുമുല്ലാഹു ബി, നിങ്ങൾ ഭിന്നിച്ചു പോയിരുന്നില്ലേ, ഞാൻ മുഖേന അള്ളാഹു ഒന്നിച്ചില്ലേ? ഓരോന്നിനും ഈ ഒരു മറുപടി പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അമൻ, അല്ലാഹു വറസൂലുഹു അമൻ. അല്ലാഹു റസൂലും ചെയ്ത ആ പ്രവർത്തനം വളരെ വലിയ സംഭവമാണ്, വലിയ സംഭവമാണ്, വലിയ സംഭവമാണ്. ഇത് കഴിഞ്ഞിട്ട് നബി ചോദിച്ച അവരോട്, അലാ തുഹിബ്ബൂനി അലാ തുജീബൂനി, അലാ തുജീബൂനി. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഞാൻ ഈ പറയുന്നതിന് ഉത്തരം പറയൂലേ? അപ്പോഴും പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അമൻ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നബി ഇങ്ങനെ എണ്ണി പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാമായിരുന്നു, നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നബി ഇങ്ങനെ എണ്ണി പറഞ്ഞു. മനസ്സിലായില്ലേ? എന്നിട്ട് ചോദിച്ചു നബി, അവരോടൊരു ചോദ്യം ചോദിച്ചു, അലാ തർദൗന അൻ യദ്ഹബ അന്നാസു ബിശ്ശാഇ വൽ ഇബ്ൽ വതദ്ഹബൂന ബിറസൂലില്ലാഹി ഇലാ റിഹാലിക്കും. ഈ ആളുകളൊക്കെ യുദ്ധത്തിൽ നിന്ന് കിട്ടിയ ആടും ഒട്ടകവുമായി പോവുകയും നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് റസൂലിനെയായി പോവുകയും ചെയ്യുന്നതല്ലേ നിങ്ങൾക്ക് ഇഷ്ടം? ഭയങ്കര ചോദ്യമല്ലേ?
എന്നിട്ട് നബി പറഞ്ഞു, വലൗലൽ ഹിജ്റ ലകുൻതു ഇംറഅൻ മിനൽ അൻസാർ, ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അൻസാറുകളിൽ പെട്ട ഒരാളാകുമായിരുന്നു. വലൗ സലകന്നാസു വാദിയൻ വശഅബൻ ലസലകതു വാദിയൽ അൻസാർ ലസലക്തു വാദിയൽ അൻസാരി വശഅബ്. ജനങ്ങളൊക്കെ ഒരു വഴിക്ക് പോയാൽ ഞാൻ പോവുക അൻസാറുകൾ ഏത് വഴിക്കാണോ പോവുക അതിലേക്കാണ് ഞാൻ പോവുക. എന്നിട്ട് നബി ഒരു വാചകം പറയുന്നുണ്ട് അവരോട്, ഇന്നക്കും സതൽഖൂന ബഅദി അഥറതൻ ഫസ്ബിറൂ ഹത്താ തൽഖൂനി അലൽ ഹൗദ്. നിങ്ങൾ സബർ കാണിക്കണം, നമുക്ക് ഹൗദിൻ്റെ അടുത്ത് വെച്ച് കണ്ടുമുട്ടാം. അവരൊന്നിച്ചു, ഇജ്തിമാ, ഒന്നിക്കുക. അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോർത്തിണക്കി. ഒരുപാട് സംഭവം പറഞ്ഞാൽ തീരാത്ത സംഭവം. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് സുലൂൽ, നിങ്ങൾക്കറിയാലോ, അൽ ഖബീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യയെക്കുറിച്ച് അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിൽ നേതൃത്വം നൽകിയ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ, അദ്ദേഹം ബനുൽ മുസ്തലഖ് കുടുംബത്തിൽപ്പെട്ട ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവനാണ് അതിന് നേതൃത്വം നൽകിയതെന്ന് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കരമായ ദേഷ്യം പിടിച്ചു, പ്രയാസമുണ്ടായി നബിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ലീ ബി റജുലിൻ ഖദ് ആദാനി ഫി അഹ്ലി, എന്നെ ഉപദ്രവിച്ച, എൻ്റെ കുടുംബത്തെ ഉപദ്രവിച്ച ഒരുത്തനുണ്ട്, ഓനെതിരിൽ ആരാണ് നടപടിയെടുക്കുക, ആരുണ്ട് എന്നെ സഹായിക്കാൻ? സഹാബികൾക്ക് മനസ്സിലായി. സഹാബികൾ വിഷയം ചർച്ച ചെയ്തു. ഔസ് ഖസറജ് ഗോത്രങ്ങൾക്കിടയിൽ ചർച്ച വന്നു. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആള് എന്ന നിലക്ക് അവരിൽപ്പെട്ട ചില ഗോത്രങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിന് അഭയം കൊടുക്കാൻ സന്നദ്ധമായി. അപ്പം നബിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടാകും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയൽ ക്ലോസ് ചെയ്തു. നോക്കിങ്ങൾ, നബി പറഞ്ഞതാ. പക്ഷേ നബി അവിടെ എന്ത് ഭയപ്പെട്ടു? സഹാബികൾക്കിടയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടപ്പോൾ ആ ഫയൽ പിന്നെ നബി ഓപ്പൺ ചെയ്തിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ മരിക്കുന്നത് വരെ ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ടില്ല, ആ വർത്താനം പറഞ്ഞിട്ടില്ല. ഇതാണ് ഇസ്ലാം, ഇതാണ് മുസ്ലിങ്ങൾ. നോക്കൂ, നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു നമുക്ക് നൽകിയ ഈ ഹജ്ജുണ്ടല്ലോ, ഇത് ശരിക്ക് സഹോദരങ്ങളെ നമുക്ക് ഒന്നിച്ചു നിൽക്കാനുള്ള ഏറ്റവും നല്ല ഒരു സംവിധാനമാണ്. ഹജ്ജ് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു ഇബാദത്താണ്, അല്ലേ? അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് നാം പറഞ്ഞത്. അത് പറഞ്ഞാൽ തീരൂല. അതിലേറ്റവും വലിയ ഒരു ലക്ഷ്യമാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സമ്പത്ത് വേണം. സമ്പത്ത് കൊണ്ടുള്ള ഇബാദത്താണ് ഹജ്ജ്, അല്ലേ? ശരീരം കൊണ്ടുള്ള ഇബാദത്താണ് ഹജ്ജ്, യാത്ര കൊണ്ടുള്ള ഇബാദത്താണ് ഹജ്ജ്, നാട് വിട്ടിട്ടുള്ള ഇബാദത്താണ് ഹജ്ജ്, അല്ലേ? തവാഫും സഅയും ഓടലും ചാടലുമുണ്ട് അതിൽ, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിൽ ദുആ ഉണ്ട്, അതിൽ തലമുടി മുണ്ഡനം ചെയ്യലുണ്ട്. വ്യത്യസ്തമായ സംഗതികൾക്ക് വ്യത്യസ്തമായ ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഉമ്മത്തുൽ ഇസ്ലാം ഉമ്മത്തൻ വാഹിദ ആണ്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തുൻ വാഹിദ, ഒരേ ഉമ്മത്ത്. കാരണം നമ്മുടെ ഉദ്ദേശവും ലക്ഷ്യവുമൊക്കെ ഒന്നാണ് സഹോദരന്മാരെ, ഒന്നാണ്. ഈ ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട്. അതിനാണ് യഥാർത്ഥത്തിൽ നാം ശ്രമിക്കേണ്ടത്. നമ്മൾ ഈ പഠന പരമ്പര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 6 പ്രധാനപ്പെട്ട ഹജ്ജിൻ്റെ ഉദ്ദേശങ്ങളാണ് നമ്മൾ എണ്ണിപ്പറഞ്ഞത്. ഇത് എണ്ണിപ്പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ, ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. നമുക്ക് ഹജ്ജിന് വേണ്ടി നമ്മൾ പണം ചെലവാക്കുന്നു, ശാരീരികാധ്വാനമുണ്ട്, മാനസികാധ്വാനമുണ്ട്, യാത്രയുണ്ട്, പ്രയാസമുണ്ട്. ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്, സ്വർഗം വാങ്ങി തിരിച്ചു വരാൻ. അങ്ങനെ സ്വർഗം വാങ്ങി തിരിച്ചു വരണമെങ്കിൽ കേവലം ബാഹ്യമായ ഹജ്ജ് പോരാ, ആന്തരികമായ ഹജ്ജ് ഉണ്ടാകണം. മനസ്സിലായില്ലേ? അതിന് ആണ് ഞാൻ ഈ 6 പ്രത്യേകമായ ഹജ്ജിൻ്റെ ലക്ഷ്യങ്ങളെ എണ്ണിപ്പറഞ്ഞത്. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, 2 പ്രധാനമായ ഉദ്ദേശങ്ങളാണ് ഈ ഹജ്ജ് പഠനത്തിൻ്റെ പിന്നിലുള്ളത്. ഹജ്ജിൻ്റെ ലക്ഷ്യ വിശദീകരണത്തിൻ്റെ പിന്നിലുള്ളത് 2 പ്രധാനമായ ഉദ്ദേശങ്ങളാണ്. ഒന്ന്, ഹജ്ജിലൂടെ നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും വേണം.
അത്തലദ്ദുദു ബിൽ ഇബാദ എന്നത് ഇബാദത്തിലെ മർമ്മപ്രധാനമായ ഭാഗമാണ്. ഇബാദത്തുകളെ നമുക്ക് ആസ്വദിക്കാൻ കഴിയണം. ആ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആസ്വദിക്കാൻ കഴിയണം. രണ്ടാമത്തെ കാര്യം ഹുസൂലു അസരിൽ ഇബാദ ബഅദ അദാഇഹാ. ഇബാദത്തുകൾ നിർവഹിച്ച ശേഷം അതിൻ്റെ അസർ, അതിൻ്റെ സ്വാധീനം കിട്ടുന്നവരായി നാം മാറണം. അല്ലാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ഹജ്ജിൻ്റെ വേളയിൽ ഈ 6 ലക്ഷ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടാകണം. അത് വെച്ച് നിങ്ങൾ ഹജ്ജ് ചെയ്യണം. അല്ലാഹു ആ സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.